മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 9:17 ആയിട്ട് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസ് ഒക്കെ നോക്കാം. നിഫ്റ്റിയിൽ 22:35 താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ മുകളിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം. ഞാൻ അതല്ല 22,153 മുകളിലേക്ക് അല്ലെങ്കിൽ 22,174 ഈ രണ്ട് ലെവലിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും കൺസിഡർ ചെയ്യുക. നിഫ്റ്റിയിലെ ലെവൽസ് ഇതാണ്. ഇപ്പോൾ മാർക്കറ്റ് എവിടെ ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്തിട്ടില്ല, ഒരു ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഇതുപോലെ 48,169 താഴേക്കാണ് മാർക്കറ്റ് ആദ്യം വരുന്നതെങ്കിൽ അപ്സൈഡ് ട്രേഡിനായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. ഇനി അതല്ല 48,574 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്കിലും എവിടെയും ലിക്വിഡിറ്റി ഒന്നും ഇതുവരെ ടാപ്പ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ടാപ്പ് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:02 ആയിട്ടുണ്ട്. നമ്മൾ മാർക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയൻ്റെ ഒക്കെ മുകളിലേക്ക് ഒരുപാട് മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ ടാപ്പ് ചെയ്ത് 22,261 എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. എവിടെയും നമുക്ക് എൻട്രി തന്നില്ല. നമുക്ക് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തെന്നല്ല, എൻട്രി തന്നില്ല. ഇപ്പം നമുക്ക് ബാങ്കിലായാലും നിഫ്റ്റിയിലായാലും ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഡൗൺ സൈഡ് ട്രേഡ് നോക്കാം. ബാങ്കിൽ പക്ഷേ ഡൗൺ സൈഡ് ട്രേഡ് ചെറിയൊരു തൊട്ട് താഴെ തന്നെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മുകളിലേക്കും നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രേഡ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ടാർഗറ്റ് ഈ ഒരു ഏരിയയിൽ വെക്കാം. ഓൾമോസ്റ്റ് 1:5 റേഞ്ചിൽ ടാർഗറ്റ് കിട്ടും. അവൻ ബാങ്കിൽ കുറച്ച് മുകളിലേക്ക് വന്നാൽ നമുക്ക് എൻട്രി എടുക്കാം. നിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം. രണ്ടിലും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിഫ്റ്റിൻ്റെ പ്രീമിയം നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിടാം. ഓൾമോസ്റ്റ് ഇപ്പോൾ പ്രീമിയമിൽ 90 സംതിങ്ങിലാണ്. എനിക്ക് തോന്നുന്നത് പ്രീമിയം ഓൾമോസ്റ്റ് കുറച്ച് താഴെ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. കുറച്ചും കൂടി താഴെ വരട്ടെ. ഒരു 22,250 ആഡ് ചെയ്യാം. ഇപ്പോൾ 93-ലാണുള്ളത്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 82-80 റേഞ്ചിലൊക്കെ വരും. മിക്കവാറും എൻട്രി കിട്ടും. 80 റേഞ്ചിലൊക്കെ വരും. അതേതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഓർഡർ ഇവിടെ സെറ്റാക്കി വെക്കാം. 82 എന്നുള്ള ഏകദേശം 82 താഴെ ആയിരിക്കും ആ ഒരു ഏരിയയിലൊക്കെ വരുമ്പോൾ പ്രീമിയം ചാൻസ് ഉണ്ട്. അപ്പോൾ 80 റേഞ്ച് ആവും. അപ്പോൾ 82 കൊടുത്താൽ കുഴപ്പമില്ല, നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് 10:04 ആയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാം. അവർ കുറച്ച് സമയം ഇപ്പോൾ 10:07 ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു എൻട്രി ഏരിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷേ മാർക്കറ്റ് അത് എടുത്തിട്ടില്ല. മാർക്കറ്റ് അത് എടുക്കാതെ വീണ്ടും പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് മുകളിലേക്ക് വെച്ച് കൊടുക്കാം പ്രീമിയം. നമുക്ക് അത്രയും ടോപ്പിൽ നിന്ന് എൻട്രി മീൻസ് അവർ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നല്ലാതെ അവിടെ ടാപ്പ് ചെയ്തിട്ടില്ല. ബാങ്ക് നിഫ്റ്റി ആരെങ്കിലും ടാപ്പ് ചെയ്തിട്ടില്ല, രണ്ടിലും ടാപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ. ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടിയതാണ്. നോക്കാം, വെയിറ്റ് ചെയ്യാം. സമയം 10:08 ആയിട്ടുണ്ട്. നമ്മൾ എൻട്രി ഏരിയ വന്നിട്ടില്ല. എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു പുട്ട് ഓപ്ഷനാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക നിഫ്റ്റിയിൽ. പക്ഷേ നിഫ്റ്റി ഓവറോൾ നല്ല ബുള്ളിഷാണ് മാർക്കറ്റ്. ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്യണം, മുകളിലേക്ക് കൺസിഡർ ചെയ്യുക. ഇതിൽ ആ സമയത്ത് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. നമുക്ക് ഏതായാലും നോക്കാം. മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ല, 2-3 ദിവസങ്ങളിലായിരുന്നു. മാർച്ച് തുടങ്ങിയതിന് ശേഷം ഒരു പ്രത്യേക ഒരു സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ലാസ്റ്റ് നമ്മുടെ എൻട്രി ഏരിയ വരുന്നുണ്ട്. എൻട്രി ആയിട്ടില്ല, വരുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്. ഓക്കെ, എൻട്രി ഏരിയ വന്നിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം നമുക്ക്. ഓക്കെ, ബൈ കൊടുത്തു. നമുക്ക് ബൈ കിട്ടിയത് 88.79 ആണ്. 375 ക്വാണ്ടിറ്റി. നമ്മുടെ SL വരുന്നത് 6 പോയിൻ്റ് ആണ്. അത് 2000 സംതിങ് ആയിരിക്കും ട്രേഡിൽ ലോസ് വരികയാണെങ്കിൽ വരിക. ഇനിയിപ്പോൾ അത് എടുക്കാതെ മുകളിലത്തെ ലിക്വിഡിറ്റി പോയി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ SL അടിച്ച് പോവുകയും ചെയ്യും. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. നോക്കാം നമുക്ക്. വെയിറ്റിംഗ് ആണ്. ട്രേഡ് റണ്ണിങ് ആണ്. ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് മാർച്ച് തുടങ്ങിയതിന് ശേഷം 2 SL ആണ്. തുടർച്ചയായിട്ട് 2 ദിവസം SL ആണ്. ട്രേഡിങ് എനിക്ക് തുടർച്ചയായിട്ട് 9 ദിവസമൊക്കെ SL വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് സമയങ്ങളിൽ. പക്ഷേ ഓവറോൾ ചില സമയം നമുക്ക് എന്താണ്, പക്ഷേ എന്നാലും നമുക്ക് എന്താണ് ടാർഗറ്റ് വരുമ്പോൾ സമയത്ത് അത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ എൻ്റെ സിസ്റ്റം അങ്ങനെ എന്താ പറയുക, ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാറുള്ളത് റിസൾട്ട് ഉണ്ടായത് കൊണ്ടാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ എല്ലാ മാസവും നമുക്ക് പ്രോഫിറ്റബിൾ ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. എല്ലാ മാസവും ലോസിൽ ഇറങ്ങാം എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ എന്താ വെച്ചാൽ നല്ലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള എൻട്രി എടുക്കുക, കറക്റ്റായിട്ട്
റിസ്ക് മാനേജ് ചെയ്തിട്ട് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ശ്രമിച്ചാൽ നമുക്കൊരു പരിധി വരെ ട്രേഡിങ്ങിൽ പിന്നെയും സക്സസ്ഫുൾ ആവാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ഈ ഒരു ട്രേഡിൽ നിഫ്റ്റിയിൽ ആ ഒരു സിംഗ്ലോ ടാപ്പ് ചെയ്യുമ്പോൾ ഇറങ്ങിയിട്ട് വീണ്ടും കയറുമായിരിക്കും നന്നാവാന്ന് എനിക്ക് തോന്നുന്നത്. മാർക്കറ്റിൻ്റെ ഒരു നോക്കാം, അവിടെ ഉള്ളൊരു പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് നോക്കാം നമുക്ക്. ഈവൻ ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ 48,500 താഴെയൊക്കെയാണ് ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഉള്ളത്. അത് ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കുകയും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഈ ട്രേഡിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണമെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റം കിട്ടുകയാണെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ മുകളിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ SL അടിക്കുകയും ചെയ്യും. ഞാൻ ഏതായാലും ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. നേരത്തെ ഓൾമോസ്റ്റ് 4,000 വരെ പ്രോഫിറ്റ് കാണിച്ചതാണ്. നമ്മൾ ആ ഒരു സിംഗിൾ എടുത്തപ്പോൾ ഇറങ്ങിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ ഇറങ്ങാൻ പറ്റിയില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു ലോഡ് എടുക്കുമ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങും ഇനി. കാരണം ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി പറഞ്ഞ പോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയൻ്റെ എത്തിയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയും നല്ല ബുള്ളിഷായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് ഈ ട്രേഡിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ചാൻസ് വരുമ്പോൾ കയറാം, അതായിരിക്കും നന്നാവുക. അല്ലെങ്കിൽ ഇന്ന് പുതിയൊരു പ്രൈസ് ആക്ഷൻ അപ്സൈഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇറങ്ങുന്നത്. ഓക്കെ, ഡെയിലി ആ ഒരു സിംഗിൾ കൊടുത്തത് കൊണ്ട് തന്നെ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ നല്ല ചാൻസ് വരുമ്പോൾ നോക്കാം. നമുക്ക് ചെറിയ പ്രോഫിറ്റേ കിട്ടിയിട്ടുള്ളൂ ഇതിൽ. റിസ്ക് റിവാർഡൊന്നും നമുക്ക് മാക്സിമം കിട്ടിയില്ല. കാരണം ഇറങ്ങാൻ എൻട്രി ഏരിയയും എക്സിറ്റും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പോയിൻ്റ് 10 പോയിൻ്റ് അടുത്തേ കിട്ടിയിട്ടുള്ളൂ ആകെ. ബാങ്ക് നിഫ്റ്റിയിലില്ല. നിഫ്റ്റിയിൽ അപ്സൈഡ് പുതിയൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നോക്കുക. അല്ലെങ്കിൽ ബാങ്കിൽ ഡൗൺ സൈഡ് കണ്ടോ, ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് 48 സംതിങ് 450 റേഞ്ചിലേക്ക്. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഇനി അപ്സൈഡിലേക്ക് നോക്കാം നമുക്ക്, അതായിരിക്കും നന്നാവുക. ഓക്കെ, പൊസിഷനിൽ ഇതാണ്. ഇപ്പോൾ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ബാങ്ക് പറഞ്ഞ പോലെ 48,450 റേഞ്ചിലൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. അത് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇനി വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് ഒരു അവസരം നോക്കാം. അല്ലെങ്കിൽ നിഫ്റ്റി അപ്പ് സൈഡാണ് ടാപ്പ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡ് നോക്കാം. ഏതാണ് ആദ്യം വരുന്നത് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ലിക്വിഡിറ്റിൻ്റെ അടുത്താണ് ബാങ്ക്, നോക്കാം. സമയം 11:07 ആയിട്ടുണ്ട്. നമുക്ക് ബാങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പ് സൈഡിലേക്ക് ഒരു ട്രേഡ് നോക്കാം. അത്യാവശ്യം ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസും ഉണ്ട് അവിടെ. ഓക്കെ, നമ്മുടെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ എൻട്രി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, എൻട്രി എടുക്കാം. അത് ആഡ് ചെയ്തിട്ടില്ലേ? ഓക്കെ, പെട്ടെന്ന് ബൈ ഓപ്ഷൻ കൊടുക്കാം. 120 ക്വാണ്ടിറ്റി 856 ഉള്ളത് ഇപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത്. ആ സമയത്ത് നമ്മൾ സംഭവം റെഡിയാക്കി വെച്ചിട്ടില്ലായിരുന്നു. ഇത് നമ്മുടെ കോൾ ഓപ്ഷൻ റെഡിയാക്കി ഓർഡർ മാത്രം കൊടുക്കുന്ന രീതിയിലാണ് എപ്പോഴും വെക്കാറുള്ളത്. ഞാൻ വിട്ടുപോയി. ഏകദേശം പ്രീമിയം റേഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അതിൻ്റെ സ്പോട്ട് ബാങ്ക് നിഫ്റ്റീൻ്റെ അതാണ്. ഓക്കെ, നമുക്ക് പ്രീമിയം അത് 800 നമുക്ക് ബൈ ചെയ്യാം. 856 ആ സമയത്ത് അതായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ 860 എത്തിയപ്പോൾ പ്രീമിയം. നമ്മുടെ ഓർഡർ ഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 120 ക്വാണ്ടിറ്റി നമ്മുടെ ഓർഡർ ഹീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പൊസിഷനിൽ കാണാം. ചെറിയൊരു ഇപ്പോൾ നമ്മൾ നേരത്തെ ആ സമയത്ത് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സമയത്ത് 856 ആയിരുന്നു പ്രീമിയം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ 859 ആ സമയത്ത് വന്നപ്പോൾ പിന്നെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്തതാണ്. ആ റേഞ്ചിലേക്ക് തന്നെ എത്തട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്ത് കൊടുത്തതാണ്. ലിമിറ്റ് ഓർഡർ തന്നെ ആയിരുന്നു അതിൽ. അപ്പോൾ 859 ആയിരുന്നു. പിന്നെ താഴേക്ക് വന്നപ്പോൾ നമുക്ക് കിട്ടി. പക്ഷേ കൊണ്ട് താഴേക്ക് തന്നെയാണ് വരുന്നത്. മിക്കവാറും നമ്മുടെ SLലേക്കാണോ വരുന്നതെന്ന് അറിയില്ല. SL അടിക്കുകയാണെങ്കിൽ നമുക്ക് 2000 സംതിങ് ആയിരിക്കും ലോസ് വരിക. 20 പോയിൻറ്റ്സ് ആണ് SL ഞാൻ കൊടുത്തത്. ഇനി അഥവാ ടാർജറ്റ് അടിക്കുകയാണെങ്കിൽ, ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഹൈയോ അല്ലെങ്കിൽ ഡേ ഹൈയോ അല്ലെങ്കിൽ 1:5 റേഞ്ചിലെത്തുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ. കാരണം മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 2 ദിവസമായിട്ട് വളരെ ഷോക്കാണ്. നമ്മൾ നേരത്തെ ആ ട്രേഡിൽ തന്നെ ഇറങ്ങിയത് നന്നായി. കാരണം സ്വിംഗ് ലോകൾ എടുത്തിട്ട് അങ്ങോട്ട് പോകുക അങ്ങോട്ട് വരിക അങ്ങോട്ട് പോകുക അങ്ങനെ വരികയാണ് മാർക്കറ്റ്. അപ്പോൾ ഈ നമുക്ക് എന്താ പറയുക, നല്ലൊരു ടാർജറ്റ് ബുക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്ക് നോക്കാൻ പറ്റിയൊരു ഏരിയയാണ്. ബാങ്കിൽ അപ്പ് സൈഡിലേക്ക് നോക്കാൻ പറ്റിയൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് നിൽക്കുന്നത്. അതാണ് മാർക്കറ്റ് എപ്പോഴും കുറച്ച് ദിവസങ്ങളായിട്ട് ആ ഒരു രീതിയിലായതുകൊണ്ടായിരിക്കാം മാർക്കറ്റ് വലിയൊരു മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ എന്താ പറയുക, നിഫ്റ്റി നല്ലൊരു ബുള്ളിഷാണ്. നിഫ്റ്റീൻ്റെ പല സെക്ടേഴ്സ് നല്ല കയറുന്നുണ്ട്. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഉണ്ടോ, HDFC ബാങ്ക് ICICI ഒന്നും വലിയൊരു ബുള്ളിഷായിട്ട് കാണിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. അത്തരം ദിവസങ്ങളാണ് നമുക്ക് തീരെ കിട്ടാത്തത്. അപ്പോൾ ഇന്നലെയും ഞാനൊക്കെ നമുക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റിനാണ് നമ്മുടെ ടാർജറ്റ് പോയത്. തൊട്ടടുത്തുനിന്ന് ടാർജറ്റ് അടുത്തുനിന്ന് എക്സിറ്റ് ആയതാണ്. എന്നാലും നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല, മെനിയാന്ന് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഒക്കെ നല്ല നമ്മൾ വിചാരിച്ച ലിക്വിഡിറ്റി ഏരിയ എന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും നോക്കാം, നമുക്ക് ഏതാണ് നിഫ്റ്റിയിലാണോ ബാങ്കിലാണോ മൂവ് ചെയ്യാൻ നോക്കാം.
ബാങ്ക് നമ്മൾ മാർക്കറ്റ് അത്രയും ബുള്ളിഷായി ഇത് തോന്നിയത് കൊണ്ടാണ് അപ്പ് സൈഡിലേക്ക് തന്നെ ബാങ്കിൽ നിന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ. പിന്നെ ടാർഗറ്റിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം. നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് 40 മിനിറ്റായി. മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് 1:5 റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ബുക്ക് ചെയ്യാം നമുക്ക് 1:5 ആയിട്ട് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തിട്ടുണ്ട് 1:5. എന്താ വെച്ചാൽ നിഫ്റ്റി നല്ല ബുള്ളിഷായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ബാങ്കിനെ നിഫ്റ്റി വലിച്ചു കൊണ്ടുപോകാൻ തോന്നുന്നു. ബാങ്കിൽ തീരെ മൂവ്മെൻറ്റും കിട്ടുന്നില്ല. നിഫ്റ്റിയിൽ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റും ഉണ്ട്. നമ്മുടെ ഓർഡേഴ്സൊക്കെ ഒന്ന് കാണാം. നമ്മുടെ 856 എടുത്തിട്ട് 950 നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. 956 റേഞ്ചിലൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ 1:5 എക്സിറ്റ് ആയത്. പക്ഷേ അത് സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്ത സമയത്ത് 950 ഉണ്ടോ, 956 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. പക്ഷേ നമുക്ക് എക്സിറ്റ് കിട്ടിയത് 950 കുഴപ്പമില്ല. പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ ബുള്ളിഷ് ട്രേഡ് എടുക്കുകയാണെങ്കിൽ പറന്ന് പോയി. എന്തൊരു പോക്കാണ് നിഫ്റ്റി. പക്ഷേ നമുക്ക് ഓപ്പർച്യൂണിറ്റി തരാതെ പോയത്. ബുള്ളിഷ് ട്രേഡ് ലിക്വിഡിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അവസരം തരാതെ മാർക്കറ്റ് നിഫ്റ്റി അങ്ങനെ പറന്ന് പോവുക. പക്ഷേ ബാങ്കിന് അത്ര മൂവ്മെൻ്റ് ഇല്ല. ബാങ്കിന് ആ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ 150 പോയിൻ്റൊക്കെ സുഖമായിട്ട് ബുക്ക് ചെയ്യും. ഒരു പെട്ടെന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ സിംഹൈ ഒക്കെ എടുക്കും. പക്ഷേ വളരെ ഷോക്ക് അതിനെ കൊണ്ടാണ് 1:5 ഇറങ്ങി ഞാൻ. കുഴപ്പമില്ല, ഇനി ചിലപ്പോൾ ഡേ ഹൈ എടുത്തുടായില്ല. ഡേ ഹൈ ഒക്കെ എടുക്കുകയാണെങ്കിൽ 120 130 പോയിൻ്റൊക്കെ കിട്ടും ചാൻസ് ചിലപ്പോൾ. അങ്ങനെയും ചാൻസ് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ 1:5 ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ 2 ട്രേഡ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചാൻസ് കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. നല്ലൊരു അവസരം വരികയാണെങ്കിൽ ട്രേഡ് എടുക്കാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 1:50 ആയിട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വീഡിയോ റെക്കോർഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്ര ഇത് കാണിക്കേണ്ട ആവശ്യമില്ല തോന്നി. അത് പെട്ടെന്ന് എക്സിറ്റ് ചെയ്ത ട്രേഡാണ്. ഉണ്ടോ, 0 ലോസ് എന്ന് കാണിക്കുന്നില്ല. അത് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡിൻ്റെ ഓർഡറിൻ്റെ ടൈം കൂടെ കാണാം നിങ്ങൾക്ക്. 12 മണിക്ക് ട്രേഡ് എടുത്തതാണ്. അത് പറഞ്ഞ പോലെ ഒരു ഇന്നത്തെ ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഒരു ട്രേഡ് എടുത്തതാണ് താഴേക്ക്. പക്ഷേ ഞാനത് എക്സിറ്റ് ചെയ്തു പെട്ടെന്ന്. ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചതാണ്. പക്ഷേ ഞാൻ എക്സിറ്റ് ചെയ്ത് കോസ്റ്റിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ. കാരണം എന്താ വെച്ചാൽ ബാങ്ക് ഡേ ഹൈൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണേ വെച്ച് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഡേ ഹൈ എടുക്കാനുള്ള പരിപാടിയാണെന്ന് വെച്ചു. പക്ഷേ ഡേ ഹൈ എടുത്തിട്ടില്ല ബാങ്ക്. നിഫ്റ്റി ആണെങ്കിൽ മുകളിലേക്ക് പോവുകയും ചെയ്തു. എക്സിറ്റ് ചെയ്തത് നന്നായി. നമ്മുടെ SL പിന്നെ അടിച്ചിട്ടുണ്ടോ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ. പക്ഷേ ബാങ്കിൽ ഞാൻ വിചാരിച്ചു ഡേ ഹൈ എടുക്കുമല്ലോ, കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് അങ്ങനെ കണ്ടപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ പ്രൈസ് ആക്ഷനൊക്കെ നേരെ ഓപ്പോസിറ്റാണ്. പല സമയത്ത് പല കാര്യങ്ങളും പ്രൈസ് ആക്ഷൻ ട്രാപ്പൊക്കെ വരുന്നത്. ഇതിൽ തന്നെ ബാങ്ക് നിഫ്റ്റി നമ്മൾ ആ ഒരു 1:5 ഇറങ്ങിയത് നന്നായി. അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ഉണ്ടാവില്ല. ഇനി ലക്ക് കറക്റ്റ് നമുക്ക് 1:5 കിട്ടുകയും ചെയ്തു. ഒരു ഭാഗ്യമൊന്നും അല്ലാതെ. ഇനി അതിന് ശേഷം നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പ് സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ തക്കത്തിലുള്ള ഒരു ടാർഗറ്റ് ലെവലില്ല. നമുക്ക് 30 പോയിന്റ് 20 പോയിൻ്റൊക്കെ ഇപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. പക്ഷേ മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്ക് നെക്സ്റ്റ് ഒരു ടാർഗറ്റ് ലെവലിലേക്ക് തന്നെ അടുത്തൊരു 5 മിനിറ്റ്സ് ഏരിയയിലേക്കൊക്കെ വളരെ 30 പോയിൻ്റൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കാത്തത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മണിയായി. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊട്ടടുത്ത് ലിക്വിഡിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇനി ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. നാളത്തെ ദിവസം നോക്കാം. നാളെ നല്ല അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ട്രേഡ് എടുക്കാം. ഇന്ന് ഓവറോൾ അത്യാവശ്യം നല്ല 14,000 റേഞ്ചിൽ പ്രോഫിറ്റാണ്. നാളെയും ട്രേഡ് അവസരം ഉണ്ടാവും. നമുക്ക് നോക്കാം. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. താങ്ക് യു, ബൈ.